കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ CPM നേതാക്കളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ആസ്തി വിവരങ്ങൾ ഹാജരാക്കാൻ ED നിർദ്ദേശം നൽകിയതായി CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. ഉല്ലൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ കെട്ടിയ കൊടിതോരണങ്ങൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷണ ഉദ്യോഗസ്ഥർ അഴിച്ചു മാറ്റാൻ ശ്രമിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. തോൽവി ഭയന്നാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നതെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ഈ തെരഞ്ഞെടുപ്പോടെ കേരള രാഷ്ട്രീയത്തിൽ എന്നേക്കുമായി മാറ്റമുണ്ടാകുമെന്ന BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ. UDF-നും LDF-നും ഭാവിയില്ലെന്നും പ്രകാശ് ജാവ്ദേക്കർ. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി കാവ് തീണ്ടൽ ചൊവ്വാഴ്ച. കോമരങ്ങളുടെ പ്രവാഹം തുടരുന്നു. കൊടുങ്ങല്ലൂരിൽ ഗതാഗത നിയന്ത്രണം. ചാലക്കുടി പോട്ടയിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. മുള്ളൂർക്കരയിൽ ഇതര സംസ്ഥാനക്കാരനായ യുവാവ് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കരുവന്നൂർ സഹകരണ കള്ളപ്പണ ഇടപാട് കേസിൽ CPM നേതാക്കളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു എന്നിവരെയാണ് 9 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചത്. പാർട്ടിയുടെ ആസ്തി വിവരങ്ങൾ ഹാജരാക്കാൻ ED നിർദ്ദേശം നൽകിയതായി MM വർഗീസ് പറഞ്ഞു. ആസ്തി വിവരങ്ങൾ കൈമാറുമെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം MM വർഗീസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതേസമയം കേന്ദ്ര ഏജൻസികളുടെ ജനാധിപത്യ വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ച LDF-ന്റെ നേതൃത്വത്തിൽ ലോക്കൽ കമ്മിറ്റി കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമായി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് CPM ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് LDF എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. മണ്ഡലം കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ കമ്മിറ്റി അംഗം TK മനോജ് കുമാർ അധ്യക്ഷനായി. OB സുബ്രഹ്മണ്യൻ, UK മണി, TK ശിവൻ, PT ജോസഫ്, VC ബിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ LDF നിൽക്കുന്നത് NDA-ക്കൊപ്പമാണോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കണമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ഉല്ലൂർ സെന്ററിൽ UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NDA-യുടെ ഭാഗമായ JDS കേരളത്തിൽ ഇടതുമുന്നണിക്കൊപ്പം മന്ത്രിസഭയിൽ അധികാരം പങ്കിടുമ്പോൾ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ LDF-ന് നിലപാടെടുക്കുവാൻ കഴിയുക എന്ന് ശിവകുമാർ ചോദിച്ചു. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളെ ഒന്നടങ്കം വേട്ടയാടുന്ന നരേന്ദ്രമോദി നിരവധി അഴിമതികളിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന് പിന്നിൽ രഹസ്യ അജണ്ടയല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കണം. മോദി സർക്കാർ അധികാരത്തിലെത്താൻ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തോൽവി ഭയന്നാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നത്. ഇതിന് അവസാനത്തെ ഉദാഹരണമാണ് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ അറസ്റ്റ്. കേരളത്തിൽ NDA-യെ പരാജയപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന LDF പ്രവർത്തകർ UDF-ന് വോട്ട് ചെയ്യണം. കോൺഗ്രസിന് മാത്രമേ ഇന്ത്യയുടെ ദേശീയതയെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥി K മുരളീധരൻ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, TN പ്രതാപൻ, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ തുടങ്ങിയവർ സംസാരിച്ചു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉല്ലൂർ സെന്ററിൽ പ്രസംഗിക്കുന്നതിന്റെ ഭാഗമായി ഉയർത്തിയ കൊടിതോരണങ്ങൾ പരിപാടിക്ക് മുൻപ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ എത്തി അഴിപ്പിക്കാൻ ശ്രമിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. റോഡിന്റെ ഒരു ഭാഗത്ത് ഉയർത്തിയ തോരണങ്ങൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ എത്തി നീക്കാൻ ശ്രമിച്ചതാണ് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. പ്രവർത്തകർ ചേർന്ന് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയെങ്കിലും പരിപാടിക്ക് ശേഷം അഴിച്ചു മാറ്റാമെന്ന ഉറപ്പിൽ പ്രശ്നം രമ്യമായി പരിഹരിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പോടെ കേരള രാഷ്ട്രീയത്തിൽ എന്നേക്കുമായി മാറ്റമുണ്ടാകുമെന്ന് BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് ഇവിടെ ഇപ്പോൾ ആരും പറയുന്നില്ല. മുന്നിൽ നരേന്ദ്രമോദി എന്ന സമാനതകളില്ലാത്ത നേതാവുണ്ട്. UDF-നും LDF-നും ഭാവിയില്ല. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പ്രായോഗികമായി സഖ്യകക്ഷികളാണ് ഇരുവരും. ഇവിടെ കേരളത്തിലും തന്ത്രപരമായി ഒരുമിച്ചാണ്. അവർക്ക് പുതുതായി ഒന്നും വാഗ്ദാനം ചെയ്യാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി TN സരസു, BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, അനീഷ് ഇയാൽ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. 1.5 crore people are receiving Saujanyari 5 kg each for last 40 months and will continue to do it for next 60 months. 500 kg per head. It's huge.
But that is what he is delivering. ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ അശ്വതി കാവുതീണ്ടൽ ചൊവ്വാഴ്ച നടക്കും. 10,000 പങ്കെടുക്കുന്ന കാവുതീണ്ടൽ ആചാരപ്പെരുമയാൽ സമ്പന്നമാണ്. രാവിലെ 8 മണിക്ക് വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ കോട്ടക്കോവിലകത്ത് നിന്നും പല്ലക്കിൽ പുറപ്പെടും. ക്ഷേത്ര ദർശനത്തിന് ശേഷം വലിയ തമ്പുരാൻ പൂജകൾക്ക് അനുമതി നൽകും. ഉച്ചയ്ക്ക് 1 മണിയോടെ തൃച്ചന്ദന ചാർത്തിന് നടയടയ്ക്കും. 7.5 നാഴിക നീണ്ടു നിൽക്കുന്ന ശാക്തേയ പൂജയ്ക്ക് ശേഷം 4 മണിയോടെ നട തുറക്കുന്നതോടെ പരമ്പരാഗത അവകാശിയായ പാലയ്ക്കവേലൻ കാവുതീണ്ടും. തുടർന്ന് ആയിരങ്ങൾ കാവുതീണ്ടലിൽ പങ്കാളികളാകും. ഭരണി നാളായ ബുധനാഴ്ച രാവിലെ വടക്കേ നടയിൽ കുമ്പളങ്ങ ഗുരുതി നടത്തി വെന്നിക്കൊടി നാട്ടുന്നതോടെ ഭരണി ആഘോഷം സമാപിക്കും. കടുത്ത ചൂടിനെ മറികടന്ന ആയിരക്കണക്കിന് ഭക്തരാണ് കുരുമ്പക്കാവിൽ എത്തിയിട്ടുള്ളത്. ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിയുടെ പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. മാള മേലടൂർ നമ്പളങ്ങര വീട്ടിൽ തങ്കപ്പന്റെ മകൻ 36 വയസ്സുള്ള അരുൺകുമാറാണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 1:30-ക്കായിരുന്നു അപകടം. ടയർ പഞ്ചറായി റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിയുടെ പിന്നിലാണ് സ്കൂട്ടർ ഇടിച്ചത്. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി അരുണിനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേർപ്പ് ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവറാണ് മരിച്ച അരുൺ. തലൂരിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാൽനട യാത്രികൻ മരിച്ചു. ചിറ്റിശ്ശേരി കൂനംപ്ലാവ് റപ്പായിയുടെ മകൻ 62 വയസ്സുള്ള ഡേവിസാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി തലൂർ സെന്ററിലായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ഡേവിസിനെ കാർ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ അതേ കാറിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തിങ്കളാഴ്ച പുലർച്ചെ മരണം സംഭവിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിന് സമീപം യുവാവ് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു. ബീഹാർ സ്വദേശി 31 വയസ്സുള്ള ബെഗുസരെ ബച്ചനാണ് മരിച്ചത്. വടക്കാഞ്ചേരി പോലീസും റെയിൽവേ പോലീസും മേൽ നടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരി ഏങ്കക്കാട് ഓട്ടോ ഇടിച്ച് റെയിൽവേ ഗേറ്റ് തകർന്നു. ഊട്ടുപാറ വാഴാനി റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ 10:30-യോടെ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ കടക്കാൻ ശ്രമിച്ച ഓട്ടോറിക്ഷയിൽ കുടുങ്ങി ഗേറ്റ് ഒടിഞ്ഞു വീഴുകയായിരുന്നു. റെയിൽവേ ജീവനക്കാർ എത്തി വൈകിട്ട് 5 മണിയോടെ തകരാർ പരിഹരിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഗേറ്റ് തകരാറിലായതോടെ ഈ റോഡിൽ 6.5 മണിക്കൂറാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ടെമ്പോ ട്രാവലർ, ഓമിനി വാൻ, പിക്കപ്പ് എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഓമിനി വാനിലെ യാത്രക്കാരന് നിസ്സാര പരിക്കേറ്റു. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. മുൻപിൽ പോയിരുന്ന ടോറസ് ലോറി പെട്ടെന്ന് വരി തെറ്റിച്ച് പോയതാണ് അപകട കാരണം. തൊട്ടുപുറകിൽ വന്നിരുന്ന വാഹനങ്ങൾ നിയന്ത്രണം തെറ്റി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഓമിനി വാനിന് കേടുപാടുകൾ സംഭവിച്ചു. പുതുക്കാട് സിഗ്നൽ കടന്ന് വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ സ്റ്റാൻഡിന് മുൻപിൽ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. KSRTC ബസ്സുകൾ ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതും അപകടങ്ങൾക്കിടയാക്കാറുണ്ട്. എരുമപ്പെട്ടി മുട്ടിക്കലിൽ നിയന്ത്രണമിട്ട കാർ റോഡരികിലെ ക്ലബ്ബിലേക്ക് ഇടിച്ചു കയറി. കാറിലുണ്ടായിരുന്ന കുടുംബം നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പോർക്കുളത്ത് നിന്നും ചിറ്റണ്ടയിലേക്ക് കുടുംബവുമായി സഞ്ചരിച്ച കാറാണ് നിയന്ത്രണമിട്ട് റോഡിൽ നിന്നും സമീപത്തെ മുട്ടിക്കൽ അബൂബക്കറിന്റെ ഉടമസ്ഥതയിലുള്ള ബ്രദേഴ്സ് ക്ലബ്ബിലേക്ക് ഇടിച്ചു കയറിയത്. റോഡിൽ നിന്നും 5 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ കാറിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങിയ യാത്രക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കെട്ടിടത്തിന്റെ ഓടും കല്ലുകളും കാറിന് മുകളിലേക്ക് വീണു. ഓടിക്കൂടിയ നാട്ടുകാർ യാത്രക്കാരെ ഡോർ തുറന്ന് പുറത്തെടുക്കുകയായിരുന്നു. കെട്ടിടത്തിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. സ്ഥിരമായി ക്യാരംസും മറ്റും കളിക്കുവാനെത്തുന്ന യുവാക്കൾ ഈ സമയത്ത് ക്ലബ്ബിൽ എത്താതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. ചിറ്റണ്ട സ്വദേശി അനിരുദ്ധന്റേതാണ് കാർ. അപകടത്തിൽ കാർ ഭാഗികമായി തകർന്നു. കെട്ടിടത്തിലേക്ക് ഇലക്ട്രിക് സർവീസ് ലൈൻ പൊട്ടിവീണെങ്കിലും KSCB ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം അപകടം ഒഴിവായി. തൃക്കൂരിൽ ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കോടന്നൂർ മേലു വീട്ടിൽ തിലകന്റെ മകൻ 32 വയസ്സുള്ള നിതിനാണ് മരിച്ചത്. തലയ്ക്ക് പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഈ മാസം 1-ന് തൃക്കൂർ പെട്രോൾ പമ്പിന് മുൻപിലായിരുന്നു അപകടം. കോന്നിക്കരയിലെ ബന്ധു വീട്ടിൽ നിന്ന് കോടന്നൂരിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. വൈദ്യുതി പോസ്റ്റിൽ ബൈക്ക് ഇടിക്കുന്ന ദൃശ്യങ്ങൾ പെട്രോൾ പമ്പിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. പുതുക്കാട് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വിവാദമായ ചാലക്കുടി പോട്ട കവല സർവീസ് റോഡിലെ മരങ്ങൾ മുറിച്ചു നീക്കൽ ആരംഭിച്ചു. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി പുറംപോക്കിൽ നിൽക്കുന്ന 80ഓളം മരങ്ങളാണ് മുറിച്ചു നീക്കുന്നത്. NHIA അനുമതിയോടെ 6.5 ലക്ഷം രൂപയ്ക്ക് കരാറെടുത്ത സ്വകാര്യ വ്യക്തിയാണ് മരങ്ങൾ മുറിക്കുന്നത്. 11 വൈദ്യുതി തൂണുകൾ മാറ്റി സ്ഥാപിക്കുന്ന KSCBയുടെ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി.
മൂന്ന് ദിവസത്തിനകം ഇവ പൂർത്തീകരിക്കും. പിന്നീട് മരം മുറിച്ചു മാറ്റിയ സ്ഥലത്തും ടാറിംഗ് നടത്തി റോഡിന്റെ വീതി ഇരട്ടിയാക്കും. ഇവിടെ 2 വരി ഗതാഗതം ഏർപ്പെടുത്താനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് കളക്ട്രേറ്റിൽ യോഗം നടന്നു. RDO മുഹമ്മദ് ഷഫീഖ് അധ്യക്ഷനായിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 150-ലേറെ പോലീസുകാരെ നിയോഗിക്കും. പാവറട്ടി തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, ട്രസ്റ്റിമാരായ ജോസി വടക്കൻ, ബാബു ജോർജ്, ആന്റോ വർഗീസ്, പാവറട്ടി SHO രഞ്ജിത്ത്, ഗുരുവായൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ കൃഷ്ണ സാഗർ, പാവറട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോബി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പാവറട്ടി വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ തിരുനാളിന് പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മതസൗഹാർദ്ദ മഹാകാഴ്ചയായി ബഹുനില ദീപാലങ്കാര പന്തൽ ഒരുങ്ങുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് AJ വർഗീസ് ദീപാലങ്കാര പന്തലിന്റെ കാൽനട്ടൽ കർമ്മം നിർവഹിച്ചു. യൂണിറ്റ് രക്ഷാധികാരി CL റാഫേൽ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി EV വിനോദ്, CP തോമസ് എന്നിവർ സംസാരിച്ചു. 75 അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന പന്തലിൽ 1.25 ലക്ഷത്തിലേറെ ബഹുവർണ്ണ വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിക്കും. മാളിയേക്കൽ യൂസഫിന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിലെ മയൂര പന്തൽ വർക്ക്സാണ് ഇത്തവണയും പന്തൽ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത്. UDFും LDFും ഭരിച്ച് കുട്ടിച്ചോറാക്കിയ മണ്ഡലമാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലമെന്നും തികഞ്ഞ വിജയപ്രതീക്ഷയാണ് NDAയ്ക്കുള്ളതെന്നും NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു പറഞ്ഞു. മരുന്ന് വാങ്ങാനുള്ള ക്ഷേമ പെൻഷൻ നൽകാൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമില്ല. എന്നാൽ സ്വന്തം നേതാക്കൾക്ക് കീശ വീർപ്പിക്കാനുള്ള പണമുണ്ടെന്നും TN സരസു പറഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടിയിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുള്ള വികസനത്തിനാണ് താൻ വോട്ട് തേടുന്നതെന്നും വിവരവും വിദ്യാഭ്യാസവുമുള്ള മലയാളികൾ അത് മനസ്സിലാക്കുമെന്നും അവർ പറഞ്ഞു. ഉത്രാളിക്കാവിൽ നിന്ന് ആരംഭിച്ച പ്രചാരണം വൈകിട്ട് റോഡ് ഷോയോടെ മുണ്ടൂരിൽ സമാപിച്ചു. നാടക, രംഗകല, രംഗശില്പം, രംഗസംവിധാനം എന്നീ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് വേലൂർ ഗ്രാമകം നാടക സമിതിയും ചിറയൻകീഴ് ഡോക്ടർ G ഗംഗാധരൻ നായർ സ്മാരക സമിതിയും സംയുക്തമായി നൽകുന്ന പ്രഥമ പുരസ്കാരത്തിന് പ്രശസ്ത നാടക പ്രവർത്തകൻ ആന്റോ ജോർജ് അർഹനായി. പ്രബലൻ വേലൂർ, അരുൺലാൽ, KU കൃഷ്ണകുമാർ എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. പ്രശസ്ത കലാഗവേഷകനും നാടകപ്രവർത്തകനും അധ്യാപകനും എഴുത്തുകാരനുമായിരുന്ന ചിറയൻകീഴ് ഡോക്ടർ G ഗംഗാധരൻ നായരുടെ സ്മരണ നിലനിർത്തുന്നതിനും കലാ, സാഹിത്യ, നാടക, സാംസ്കാരിക മേഖലകളിൽ പ്രോത്സാഹനം നൽകുന്നതിനുമാണ് പുരസ്കാരം നൽകുന്നത്. തൃശൂർ സ്വദേശിയായ ആന്റോ ജോർജ് 30 വർഷത്തിലധികമായി രംഗശില്പരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചൊവ്വാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ 10,001 രൂപയും പ്രശസ്തി പത്രവും സമ്മാനമായി നൽകും. വാർത്താ സമ്മേളനത്തിൽ ഗ്രാമകം ഫെസ്റ്റിവൽ ഡയറക്ടർ അരുൺലാൽ, കൺവീനർ EM വിനീത്, നാടക സംവിധായകൻ പ്രബലൻ വേലൂർ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി മണ്ഡലം 2020 സ്ഥാനാർത്ഥി ചാർലി പോളിന്റെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചൊവ്വാഴ്ച മാളയിൽ നടക്കും. വൈകിട്ട് 6:30 നടക്കുന്ന സമ്മേളനത്തിൽ പാർട്ടി അധ്യക്ഷൻ സാബു M ജേക്കബ് പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ 3ാം ഘട്ടമായാണ് പൊതുയോഗം നടത്തുന്നതെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ്, ജോയ് ഇലഞ്ഞിക്കൽ, രാജു മാലേടത്ത്, വിൽസൺ പാറേക്കാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തിരുവില്ലാമല കൊണ്ടാഴി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കൊണ്ടാഴി കുത്താമ്പുള്ളി പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. മായന്നൂർ കുത്താമ്പുള്ളി നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് കൊണ്ടാഴി കുത്താമ്പുള്ളി പാലം. തിരുവില്ലാമല കൊണ്ടാഴി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഗായത്രി പുഴയ്ക്ക് കുറുകെയായി പണിയുന്ന ഈ പാലം ജനങ്ങൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ഒന്നാണ്. ഇപ്പോഴും കുത്താമ്പുള്ളിയിലുള്ളവർ വിവിധ ആവശ്യങ്ങൾക്കായി മായന്നൂരിലെത്തുന്നത് കടത്തു തോണിയിലും കിലോമീറ്ററുകളോളം റോഡിലൂടെ വളഞ്ഞുമാണ്. പാലം യാഥാർത്ഥ്യമായാൽ നെയ്ത്ത് ഗ്രാമമായ കുത്താമ്പുള്ളിയുടെ വികസനത്തിന് ഏറെ പ്രയോജനമാകും. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33.14 കോടി രൂപയാണ് പാലത്തിനായി വകയിരുത്തിയത്. 152 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമാണ് പാലത്തിനുണ്ടാവുക. പ്രധാന പാലത്തിന് 6 വലിയ സ്പാനുകളും സ്പില്ലോവറിന് 12 സ്പാനുകളുമാണ് വരുന്നത്. 18 മാസമാണ് നിർമ്മാണ കാലാവധി. പ്രധാന പാലത്തിന് പുറമെ കുത്താമ്പുള്ളി അനുബന്ധ റോഡിൽ പാടം വരുന്ന ഭാഗത്ത് പാലം, ഇറിഗേഷൻ കനാൽ വരുന്ന ഭാഗത്ത് ഒരു മൈനർ ബ്രിഡ്ജ് എന്നിവയും പാലത്തിന്റെ അപ്രോച്ച് റോഡും നിർമ്മിക്കും. കാസർഗോഡുള്ള ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് നിർമ്മാണ കരാർ. കേരള റോഡ് ഫണ്ട് ബോർഡാണ് നിർമ്മാണ മേൽനോട്ടം വഹിക്കുന്നത്. TCV ചേലക്കര. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ബാഡ്മിന്റൺ അക്കാദമിയിൽ ഷട്ടിൽ സമ്മർ ക്യാമ്പ് ആരംഭിച്ചു. പ്രസിഡന്റ് P മുരളീധരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഗിരീഷ് C ഗീവർ, KB ഷൈജു, VK അനിൽകുമാർ എന്നിവർ സംസാരിച്ചു.
എരുമപ്പെട്ടി പഞ്ചായത്ത് ഹരിത കർമ്മസേന CITU കൺവെൻഷൻ CITU ഏരിയ സെക്രട്ടറി S. ബസന്ത്ലാൽ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് PT ദേവസി അധ്യക്ഷനായിരുന്നു. ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ്, MS സിദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാർ ജാസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിർധന കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റ് വിതരണം ചെയ്തു. സുബൈർ മൗലവി ഉസ്താദിന് ക്ലബ്ബ് പ്രസിഡന്റ് സിബിൻ വടക്കൂട്ട് കിറ്റുകൾ കൈമാറി. സെക്രട്ടറി NR രേഷ്, ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് അറയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. അന്തിക്കാട് വള്ളൂർ ആലുംതാഴം ശ്രീ മഹാവാരാഹി ദേവീക്ഷേത്രത്തിൽ ആണ്ടുവിട മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി അഷ്ടനാഗക്കളം അരങ്ങേറി. കളമെഴുത്തുപാട്ടിന് പുള്ളുവന്മാരായ കരയാമുട്ടം പുത്തൻവീട്ടിൽ സുകുമാരനും മണികണ്ഠനും കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ പ്രവീൺ പണ്ടാരത്തിൽ, സനീഷ് തണ്ടാശ്ശേരി, സുബിൻ കാരാമക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. SYS മുറ്റിച്ചൂർ ശാഖാ കമ്മിറ്റിയുടെയും അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ 250ഓളം വീട്ടുകാർക്ക് പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു. മുറ്റിച്ചൂർ ഖത്തീബ് സിദ്ദിഖ് ബാഖവി കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. SYS ജില്ലാ ഉപാധ്യക്ഷൻ ഉമർ ഹാജി എടയാടി അധ്യക്ഷനായിരുന്നു. KB ഹംസ ഹാജി, ഹസൻ ഹാജി, മാമത്ത് പുതുശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ ഹൈസ്കൂൾ 1973-74 SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ സുവർണ ജൂബിലി സംഗമം സംഘടിപ്പിച്ചു. അക്ഷരത്തണലിൽ ഇത്തിരി നേരം എന്ന പേരിലാണ് സംഗമം സംഘടിപ്പിച്ചത്. 50 വർഷം മുൻപ് പഠിച്ച 75 വിദ്യാർത്ഥികളും 3 അധ്യാപകരും ബന്ധുക്കളുമാണ് സംഗമത്തിൽ പങ്കെടുത്തത്. മൺമറഞ്ഞ സഹപാഠികളെയും അധ്യാപകരെയും ചടങ്ങിൽ അനുസ്മരിച്ചു. വിദ്യാർത്ഥി കൂട്ടായ്മയിലെ അംഗം പ്രശസ്ത വാദ്യ കലാകാരൻ പരക്കാട് തങ്കപ്പന്മാരാരുടെ മകൻ മഹേശ്വരൻ, പേരക്കുട്ടികളായ മോഹിത്, മഹാദേവൻ എന്നിവർ ചേർന്ന് സോപാന സംഗീതം ആലപിച്ചു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സാരഥികളായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, VR പത്മനാഭൻ, V വിജയലക്ഷ്മി, P സദാശിവൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിടവിളിച്ച് ആദരിക്കുകയും ചെയ്യുന്നു. കൊടും ചൂടിന് ആശ്വാസമേകാൻ തണ്ണീർപ്പന്തൽ ഒരുക്കി ചാലക്കുടി നഗരസഭ. പൊതുജനങ്ങൾക്ക് സൗജന്യമായി ഇനി മുതൽ ദാഹശമനി ലഭിക്കും. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ വിവിധ ഇനങ്ങൾ വിതരണം ചെയ്യും. കൃഷിഭവന്റെ കവാടത്തിലാണ് ഇത് ഒരുക്കിയത്. വഴിയാത്രക്കാർക്ക് തണ്ണീർമത്തൻ ജ്യൂസ് നൽകി. വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു ദിനേശ് അധ്യക്ഷനായിരുന്നു. മത്സ്യവിൽപ്പനയിൽ നിന്നുള്ള ലാഭവിഹിതം നോമ്പുകാലത്ത് നിർധന കുടുംബങ്ങൾക്ക് പങ്കുവെച്ച് മത്സ്യവ്യാപാരി. നാട്ടിക സെന്ററിൽ PMN ഫിഷ് സെന്റർ ഉടമ പുഴങ്കരയില്ലത്ത് നൂർദീനും കുടുംബവുമാണ് ഇത്തവണയും നിർധന കുടുംബങ്ങൾക്കായി തങ്ങളുടെ സമ്പാദ്യത്തിലെ ലാഭവിഹിതം പങ്കുവെച്ചത്. 20 വർഷമായി നൂർദീൻ തുടരുന്നതാണ് നോമ്പുകാലത്ത് നിർധന കുടുംബങ്ങൾക്ക് അരി സൗജന്യമായി വിതരണം ചെയ്യുന്നത്. VR വിജയൻ, തട്ടൂപ്പറമ്പിൽ വിജയൻ, നൌഷാദ് പുഴങ്കരയില്ലത്ത്, തട്ടൂപ്പറമ്പിൽ രാധാകൃഷ്ണൻ, ബിൽട്ടൺ തച്ചിൽ, VK ഉണ്ണി, സജി എന്നിവർ കുടുംബങ്ങൾക്കുള്ള അരി വിതരണം നിർവഹിച്ചു. പഴഞ്ഞി ഫുട്ബോൾ ഫ്രണ്ട്സിന്റെ 43ാമത് ജനകീയ ഫുട്ബോൾ മേളയിൽ പന്നിത്തടം താജ് ഗ്രൂപ്പ് ജേതാക്കളായി. ആവേശം വിതറിയ ഫൈനൽ മത്സരത്തിൽ പെരിങ്ങന്നൂർ റോയൽ കിങ്സിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ സമ്മാനദാനം നിർവഹിച്ചു. ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി കരാട്ടെ അഭ്യാസ പ്രകടനവും ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച CDPOയ്ക്കുള്ള പുരസ്കാരം നേടിയ L രഞ്ജിനിക്ക് തൃശൂർ മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്നേഹാദരവ്. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ P മീര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ CPM നേതാക്കളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ആസ്തി വിവരങ്ങൾ ഹാജരാക്കാൻ ED നിർദ്ദേശം നൽകിയതായി CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. ഉല്ലൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ കെട്ടിയ കൊടിതോരണങ്ങൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷണ ഉദ്യോഗസ്ഥർ അഴിച്ചു മാറ്റാൻ ശ്രമിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. തോൽവി ഭയന്നാണ് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നതെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ഈ തെരഞ്ഞെടുപ്പോടെ കേരള രാഷ്ട്രീയത്തിൽ എന്നേക്കുമായി മാറ്റമുണ്ടാകുമെന്ന് BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ. UDF-നും LDF-നും ഭാവിയില്ലെന്നും പ്രകാശ് ജാവ്ദേക്കർ. ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി കാവത്തീണ്ടൽ ചൊവ്വാഴ്ച. കോമരങ്ങളുടെ പ്രവാഹം തുടരുന്നു. കൊടുങ്ങല്ലൂരിൽ ഗതാഗത നിയന്ത്രണം.
ചാലക്കുടി പോട്ടയിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. മുള്ളൂർക്കരയിൽ ഇതര സംസ്ഥാന യുവാവ് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.